അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളൊക്കെയും ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടകത്തിൻ്റെ പാല് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഒട്ടകത്തിനെ കറന്ന് പാല് തരാൻ കഴിവുള്ളവൻ ആരുണ്ട്? ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എനിക്ക് ഒട്ടകത്തിൻ്റെ പാല് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ മുത്തുനബി പറയുമ്പോൾ മുത്തുനബിക്കൊരു ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ ഒരവസരം കിട്ടുകയാണല്ലോ. പെട്ടെന്ന് ഒരാൾ എണീച്ച് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, ഞാൻ പോയി ഒട്ടകം കറന്ന് അങ്ങേക്ക് പാല് കൊണ്ടുതരാ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞു, എൻ്റെ പേര് മുറത്ത് എന്ന് പറഞ്ഞു. മുറത്ത് എന്ന് പറഞ്ഞാൽ കയ്പ് നിറം എന്നുള്ള ഒരു അർത്ഥം കിട്ടുകയാണത്. അപ്പോൾ മുത്തുനബിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അയാളോട് മുത്തു പറഞ്ഞു, ഇരുന്നോ, ഇജ്ലിസ്, നിങ്ങൾ ഇരുന്നോ എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ, ഞാൻ പോയി അങ്ങേക്ക് പാല് കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ അയാളോട് മസ്മുക്ക, നിങ്ങളെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹർബുൻ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ മുത്തുനബിക്ക് എന്തോ അത്രമാത്രം സന്തോഷമായില്ല. അദ്ദേഹത്തിനോടും പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങൾ ഇരിക്ക് എന്ന് പറഞ്ഞു. മൂന്നാമതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മൂന്നാമതായി ഒരാൾ എഴുന്നേറ്റു, യാ റസൂലല്ലാഹ്, ഞാൻ പോയി അവിടത്തേക്ക് ആ ഒട്ടകത്തിനെ നേർന്ന് പാല് കൊണ്ടു തരട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അയാളോട് മുത്തുനബി മസ്ബൂക്ക, നിങ്ങളെ പേരെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യഈഷു, അതായത് ജീവിക്കും എന്നുള്ള ഒരു നല്ലൊരു സൂചിപ്പിക്കുന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ഒരു പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ പോയി ഒട്ടകത്തിന് കറന്ന് പാല് കൊണ്ടുവരിക എന്ന് അദ്ദേഹത്തിലേക്ക് സമ്മതം നൽകുകയാണ്. എന്താ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു? ആൾക്കാർ അതിനു മുമ്പ് മുത്തുനബിയോട് സമ്മതം ചോദിച്ചപ്പോൾ മുത്തുനബി സമ്മതം നൽകുന്നില്ല. അവർക്ക് സമ്മതം നൽകുന്നതിന് മുമ്പ് മുത്തുനബി അവരോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ പേരെന്താണ്? ആ പേര് കേട്ടപാടെ മുത്തുനബിക്ക് എന്തോ അവരോട് ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്, അവരോട് ഇഷ്ടം തോന്നിയില്ല എന്ന് പറഞ്ഞാൽ മുത്തുനബി അതിലൂടെ വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിച്ചത്. അതേ, ഒരാൾക്കുള്ള പേര് നന്നായാലേ അയാളുടെ ജീവിതം നന്നാവുകയുള്ളൂ, അതിൽ വലിയ ബർക്കത്തുണ്ടാവുകയുള്ളൂ, അത് മുത്തുനബിക്കും ഇഷ്ടമുണ്ടാവുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുകയുള്ളൂ. അതേ സമയത്ത് മൂന്നാമത്തെ ഒരാളുടെ പേര് മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടപ്പോൾ അയാൾക്ക് അവസരം നൽകുകയാണ്. അപ്പൊ പേരിലൂടെ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമാണ്. പേരിലും കുറേ ബർക്കത്തുണ്ട്, കുറേ നിയമത്തുണ്ട്. കുറേ നിയമത്തുകൾ നല്ല പേരല്ലാത്തവർക്ക് കിട്ടാത്ത കുറേ ബർക്കത്തൊക്കെയും നല്ല പേരുള്ളവർക്ക് കിട്ടുമെന്നുള്ള വലിയൊരു സൂചനയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതും. ഇതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം, നമ്മളെ കുട്ടികൾക്ക് നാം വെക്കുന്ന പേര് അത് ഇന്നത്തെ മോഡലായി ആവണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കുട്ടിക്ക് നല്ല ബർക്കത്തുണ്ടാകണം, അത് മുത്തനബി ഇഷ്ടപ്പെടുന്നതാകണം, അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നതാകണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പേരാകണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ചെറുപ്പകാലത്ത് നമ്മളെ കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവമൊന്നും മനസ്സിലാവില്ല. അവർ ബുദ്ധി വെച്ച് അവർക്കുള്ള പേരുടെ അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ അവർക്ക് എവിടെയും കിട്ടുന്നില്ല, എവിടെയും അവരുടെ പേരുടെ അർത്ഥം അവർക്ക് കാണുന്നില്ല. ആ സമയത്ത് അവസാനമായി അവർ കണ്ടെത്തിക്കുകയാണ്, നമ്മുടെ പേരിനിക്ക് എന്തോ ഒരു മോശമുണ്ട്, എന്തോ ഒരു കുറവുണ്ട്, അതേ നമ്മുടെ പേരിനിക്ക് ഒരു നല്ലൊരു അർത്ഥമല്ല, അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരു അർത്ഥമല്ല എന്ന് നമ്മുടെ പേരിനിക്ക് ഉള്ളതാണെന്ന് മക്കൾ അവരുടെ പേരിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ ലഅനത്ത് ചെയ്യുക, അവർ ആക്ഷേപിക്കുക, എന്റെ ബാപ്പാക്ക് ഒരു നല്ലൊരു പേര് വെച്ചുകൂടായിരുന്നു, ഉമ്മാക്കെന്തേ എനിക്കൊരു നല്ല പേര് വെച്ചുകൂടായിരുന്നു എന്ന് അവർ നമ്മെ കുറവാക്കി കാണും. അവരിപ്പോഴും അവർ മനസ്സിലാക്കൂ, അവർ നമ്മെ കുറവാക്കി കാണും. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക്
വരാതിരിക്കട്ടെ. നമ്മളെ മക്കൾക്ക് പേര് വെക്കുമ്പോൾ നല്ല അർത്ഥവത്തമായ, അത് മോഡലാകണമെന്നില്ല, അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന, എല്ലാവരാളും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അർത്ഥമുള്ള പേര് വെക്കുക. അതേ നല്ല പേര് വെക്കുന്നതിൽ നല്ല ബറക്കത്തുണ്ട്, നല്ല നിഅമത്തുണ്ട്. അതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖുകൾ തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.